ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഒരു ക്ലീനിങ് മോട്ടിവേഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ രാവിലെ തന്നെ പണികളൊക്കെ വേഗം തീർത്തൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അന്ന് തന്നെ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. രാവിലത്തെ കിച്ചൺ ക്ലീനിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ക്ലീനിങ് സൊല്യൂഷൻ റെഡിയാക്കിയിട്ടുണ്ട്. സ്പ്രേ ബോട്ടിൽ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും അതുപോലെ പുൽത്തൈലവും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ലിക്വിഡാണ്. അപ്പോൾ ഈച്ച ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും ഒരു ഫൗൾ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയെടുക്കാനും ഒക്കെ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് കോൺസെൻട്രേഷനിലല്ല കേട്ടോ, ഡിഷ് വാഷ് കുറച്ചേ എടുക്കുകയുള്ളൂ. അതുപോലെ പുൽത്തൈലവും കുറച്ച് ഡ്രോപ്സ് ഇട്ടിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് ഡൈനിങ് ടേബിൾ ആദ്യം തന്നെ ഒന്ന് തുടയ്ക്കുകയാണ് കേട്ടോ. ഇതേ സൊല്യൂഷൻ തന്നെ ഞാൻ നമ്മുടെ സ്റ്റൗ ടോപ്പിലൊന്ന് സ്പ്രേ ചെയ്തിടുകയാണ് കേട്ടോ. പിന്നെ കൗണ്ടർ ടോപ്പും ഒന്ന് നന്നായിട്ട് തുടച്ചിടുകയാണ്. ഞാൻ യൂസ് ചെയ്യുന്ന പുൽത്തൈലം ജസ്റ്റ് ഒന്ന് കാണിച്ചാട്ടോ. അതാ ഇതുപോലെ ചെറിയ ബോട്ടിൽസിൽ നമുക്ക് പുൽത്തൈലം വാങ്ങാൻ കിട്ടുമല്ലോ, അത് നമ്മളിങ്ങനെ സ്പ്രേ ബോട്ടിലൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന കിച്ചൺ ടിഷ്യൂ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് പുതിയതൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ഇത് ഫ്രഷ് ആൻഡ് ഫൈൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. മിക്കവാറും നമ്മൾ ബൈ 3 get 1 ഓഫറൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയാണ് കിച്ചൺ ടിഷ്യൂ വാങ്ങാറ്. ലുലുവിലൊക്കെ പോകുമ്പോൾ എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അടുത്ത സൈഡിൽ നിന്ന് ക്ലീനിങ് ചെയ്ത് തുടങ്ങുകയാണ് കേട്ടോ. ആദ്യമേ നമ്മുടെ ഇൻഡക്ഷൻ സ്റ്റൗ ടോപ്പ് ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ ബാക്കി കൗണ്ടർ ടോപ്പിലുള്ള ഐറ്റംസൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവിടെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കണം. ഞാൻ നോക്കിയപ്പോൾ ആ അവൻ്റെ ബാക്കിലൊക്കെ കുറച്ച് നല്ലപോലെ പൊടിയൊക്കെ വീണ് കിടക്കും. നമ്മൾ റെഗുലറായിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ അപ്ലയൻസസ് നീക്കി തുടക്കലൊക്കെ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്ന് കുറച്ച് ക്ലീനിങ്ങിന് ഫോക്കസ് കൊടുത്തൊരു ദിവസം ആയതുകൊണ്ട് അതിൻ്റെ ബാക്കിലൊക്കെ ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. മിക്സിയിലും ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ജസ്റ്റ് നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ കുറച്ചും പുൽത്തൈലവും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അപ്ലയൻസസിലൊക്കെ സ്പ്രേ ചെയ്യാനും ഇത് സേഫ് തന്നെയാണ്. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ചിട്ട് ചെയ്യലേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ മിക്സിയും ഒന്ന് നന്നായിട്ട് ക്ലീനായി കിട്ടും കേട്ടോ. പിന്നെ ബാക്കി കൗണ്ടർ ടോപ്പിലെ സാധനങ്ങളൊക്കെ തന്നെ എനിക്കൊന്ന് എടുത്തു വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോന്നായിട്ട് ഞാൻ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചിലത് ഫ്രിഡ്ജിനകത്തോട്ട് ആക്കാനുണ്ട്, ചിലത് സാധാരണ കബോർഡിനകത്തോട്ട് തിരിച്ചു വെക്കാനുണ്ട്. അതുപോലെ കിച്ചൺ വിൻഡോയിൽ വെച്ചിരുന്ന കുറച്ച് പ്ലാന്റ്സ് ഞാൻ അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു 2 എണ്ണം ഞാൻ തിരിച്ച് വിൻഡോ സൈഡിലേക്ക് തന്നെ എടുത്തു വെച്ചു. ബാക്കി 2 എണ്ണം തിരിച്ച് അവിടെ തന്നെ വെക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ആ സൈഡൊക്കെ അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ സൈഡും കൗണ്ടർ ടോപ്പും സ്റ്റൗവും എല്ലാം അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ പൈപ്പ് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല. ഇത് നമ്മുടെ പുതിയ ഒരു പൈപ്പാണ് കേട്ടോ, പുതിയതായിട്ട് ഫിറ്റ് ചെയ്തതാണ്. നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന പൈപ്പിന് നല്ല ലീക്കായിരുന്നു. ആ ലീക്ക് ഇറങ്ങിയിട്ട് സിങ്കിൻ്റെ താഴെയൊക്കെ നല്ലപോലെ നനയുമായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അത് റീപ്ലേസ് ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ കളർ എടുത്തപ്പം ഒത്തിരി പേടിയായിരുന്നു, ഇതിങ്ങനെ കിച്ചണിൽ മാച്ച് വരുമോ എന്നൊക്കെ. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ, റെഡ്, അതുപോലെ ഓറഞ്ച്, പിന്നെ നമ്മൾ എന്തായാലും ഗ്രീൻ കുഴപ്പമുണ്ടാവില്ല. നമ്മുടെ കുറച്ച് ചെടിയൊക്കെ നിൽക്കുമ്പോൾ ഗ്രീനിൽ മാച്ച് ചെയ്ത് വരുമല്ലോ എന്നുള്ളൊരു ഇതിൽ നമ്മൾ ഗ്രീൻ ചൂസ് ചെയ്യായിരുന്നു. സിങ്ക് നല്ല ഡീപ്പ് ക്ലീൻ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടുന്നേ ഉള്ളൂ. അപ്പോൾ ഈ പൈപ്പ് നല്ല പോലെ നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴുകാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നല്ല സൗകര്യമാണ് സിങ്ക് ക്ലീൻ ചെയ്യാനായിട്ട്.
പിന്നെ ആ സ്റ്റൗവിൻ്റെ ബാക്ക് / ടൈലില്ലേ, ജസ്റ്റ് സ്റ്റൗവിൻ്റെ ആ സൈഡിലുള്ള ടൈല് ജസ്റ്റ് ഞാനൊന്ന് സ്പ്രേ ചെയ്ത് തുടച്ചെടുക്കുകയാണ്. നമ്മൾ ഈ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ ഓയിലൊക്കെ സ്പ്ലാഷ് ആവാൻ ചാൻസ് ഉള്ളൊരു ഏരിയ ആണല്ലോ. അപ്പോൾ ആ ഒരു ഭാഗം ഞാനൊന്ന് ക്ലീൻ ചെയ്തിടുകയാണ് കേട്ടോ. ഇത് റെഗുലർ ക്ലീനിങ്ങിൽ ഈ ഒരു ഭാഗം കൂടുതലായിട്ട് ക്ലീൻ ചെയ്തിടാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അടുത്തത് കബേർഡ്സിൻ്റെ ഫ്രണ്ട് പോർഷനിലൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ച് പോവുകയാണ്. എന്തായാലും നമ്മൾ കിച്ചണിൽ പണി എടുക്കുമ്പം അതിൻ്റെ പുറമേയൊക്കെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസൊക്കെ പറ്റിപ്പിടിച്ചൊക്കെ ഇരിപ്പുണ്ടാവുമല്ലോ. അപ്പം എന്നും അല്ലെങ്കിലും നമുക്ക് കഴിയുമ്പോഴൊക്കെ അഴുക്കായി എന്ന് തോന്നുന്ന സമയത്ത് മാക്സിമം അത് ക്ലീൻ ചെയ്തിടാൻ നോക്കുക. ഇനിതാ ഫ്രിഡ്ജിൻ്റെ ഫ്രണ്ടിലൊക്കെ ഞാൻ കുറേ എന്തൊക്കെയോ റുട്ടീൻസോ കാര്യങ്ങളോ ഒക്കെ ഞാൻ എഴുതി മാഗ്നറ്റ്സിൻ്റെ താഴെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി, കുറച്ച് പല പല കൈൻഡ് ഓഫ് മാഗ്നറ്റ്സ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതുപോലെ നമ്മൾ ഈ സാധനങ്ങൾ തീരുമ്പോൾ ഷോപ്പിംഗ് ലിസ്റ്റില്ലേ, അത് അപ്പം ഞാൻ എഴുതുന്നത് ഈ ഫ്രിഡ്ജിൻ്റെ മുന്നേ ഞാൻ പേപ്പർ വെച്ചിരുന്നു കേട്ടോ. ഇപ്പം ഞാനൊരു ബോർഡ് വാങ്ങിച്ചിട്ടുണ്ട്, അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അപ്പോൾ അതിൽ തന്നെയാണ് തീരുന്ന സാധനങ്ങൾ എഴുതിയിടുന്നത്. അപ്പോൾ എനിക്ക് അതാണ് കേട്ടോ കുറച്ച് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത്. നമ്മൾ കിച്ചണിൽ തന്നെ എന്തെങ്കിലും ഒരു പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു മാഗ്നറ്റിക് സംഭവം ഫ്രിഡ്ജിൽ ഉണ്ടെങ്കിൽ നമ്മളത് അപ്പം എഴുതിയിടുവാണെങ്കിൽ നമ്മൾ പിന്നെ ആ സാധനം മറക്കില്ല കേട്ടോ. എനിക്ക് പലപ്പോഴും പറ്റിയിട്ടുള്ളതാണ്, ഞാനത് എഴുതി ഇട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഞാനത് മറന്നു പോകും. നമ്മൾ ആ ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമ്മൾ ഓർത്തെടുത്താലൊന്നും ആ സാധനം എന്തായാലും വിട്ടുപോയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇതാ കിച്ചണൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ശരിക്കും ഡെയിലി ഒരു 2-3 പ്രാവശ്യമെങ്കിലും അടിച്ചാലാണ് ശരിക്കും കിച്ചണൊന്ന് നീറ്റാവുള്ളൂ. അതുപോലെ കഴിയുന്നതും രാത്രി കിടക്കുന്നതിന് മുന്നേ ഞാനിപ്പോൾ ഒന്ന് മോപ്പ് ചെയ്തിടാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ കുറച്ചൊരു ഡിഫറൻസ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഡൈനിങ് ഏരിയയും അതുപോലെ കിച്ചണും നമ്മൾ ലാസ്റ്റ് കിടക്കുന്നതിന് മുന്നേ ഒന്ന് പെട്ടെന്ന് മോപ്പ് ചെയ്തിടുവാണെങ്കിൽ അത്യാവശ്യം ഇച്ചിരി കൂടി നീറ്റായിട്ട് ഫ്ലോർ കിടക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മുടെ കിച്ചൺ ഫ്ലോറും ഒന്ന് നല്ല പോലെ ഒന്ന് മോപ്പ് ചെയ്തിടുക. അപ്പോൾ ഈ മോപ്പിംഗ് തന്നെ ഒരു 2-3 പ്രാവശ്യം ചെയ്താലാണ് കേട്ടോ സൈഡിലുള്ള അഴുക്കൊക്കെ ഒന്ന് പോവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ മോപ്പ് ചെയ്യുന്നത് കൂടാതെ നമ്മൾ ശരിക്കും തുണി വെച്ച് താഴെ നന്നായി തുടയ്ക്കുമ്പോഴാണ് ശരിക്കും ആ സൈഡിലുള്ള അഴുക്കും നല്ല പറ്റി പിടിച്ചിരിക്കുന്ന സ്റ്റെയിനൊക്കെ പോവാൻ അത് തന്നെയാണ് നല്ലത്. പക്ഷേ ഞാൻ മിക്കപ്പോഴും ഈ മോപ്പ് വെച്ചിട്ടാണ് കേട്ടോ കൂടുതലും തുടച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മോപ്പ് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം, അതല്ലെങ്കിൽ എന്തായാലും അഴുക്കുണ്ടാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആമസോണിൽ നിന്നൊരു മാഗ്നറ്റിക് ബോർഡ് പർച്ചേസ് ചെയ്ത കാര്യം, യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞ് ഹെഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു കോട്ടുണ്ട്, അവർ വേ ഓഫ് തിങ്കിങ് ക്രിയേറ്റ്സ് ഗുഡ് ഓർ ബാഡ് ഔട്ട്കംസ്. ഇതിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് എഴുതാനുള്ളൊരു സെക്ഷനുണ്ട്. അപ്പോൾ അവിടെയാണ് ഞാനിപ്പം സാധനങ്ങൾ തീരുന്നതനുസരിച്ച് സാധനങ്ങൾ എഴുതി പോകുന്നത്. അതുപോലെ താഴെ നോട്ട്സ് എന്ന് പറഞ്ഞൊരു സെക്ഷനും ഉണ്ട് കേട്ടോ. പിന്നെ റൈറ്റ് സൈഡിൽ വീക്ക്ലി പ്ലാനർ എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. ആ ഒരു സെക്ഷനിൽ ശരിക്കും നമുക്ക് വേണമെങ്കിൽ മെനു പ്ലാൻ ചെയ്യാം. ഇനി മെനു പ്ലാൻ അങ്ങനെ ചെയ്യാറില്ലെങ്കിൽ നമുക്ക് ഓരോ ദിവസം ചെയ്യേണ്ട എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എഴുതി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇതുപോലെ ഷോപ്പിംഗ് ലിസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോർഡ് യൂസ് ചെയ്യുന്നത്. 1-2 പ്രാവശ്യം ഞാൻ മീൽ പ്ലാനിങ് ഈ റൈറ്റ് സൈഡിൽ എഴുതിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ റെഗുലറായിട്ടൊന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ബോർഡ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ചു നോക്കാമല്ലോ. അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒത്തിരി ഡീപ്പ് ക്ലീനിങ് അല്ല, എന്നാലും നമ്മുടെ ഏറ്റവും അധികം നമുക്ക് യൂസ് വരുന്ന ഭാഗങ്ങളിലുള്ള ഡെയിലി വരുന്ന ക്ലീനിങ് ആണ് ഇന്ന് കാണിച്ചത്. അപ്പോൾ ആരെങ്കിലും ക്ലീൻ ചെയ്യാനൊക്കെ മടി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.